ഹലോ കുട്ടീസ്, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വെക്കേഷനൊക്കെ ആണല്ലേ, അടിച്ചു പൊളിച്ച് വെക്കേഷനൊക്കെ ആഘോഷിക്കുക, ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുക, അമ്മയുടെ അച്ഛൻ്റെ കൂടെയൊക്കെ അല്ലേ ഒരുപാട് സ്ഥലത്തേക്കൊക്കെ പോകണം, നല്ല രസമായിരിക്കും. അപ്പം മിസ് ഇന്ന് വന്നിരിക്കുന്നത് വേറൊരു കാര്യം പറയാനാണ്. നിങ്ങളിപ്പോൾ 3ാം ക്ലാസ്സിൽ നിന്ന് 4ാം ക്ലാസ്സിലേക്ക് പോവുകയാണല്ലേ. അപ്പം 4ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ നിങ്ങളായി സീനിയേഴ്സ് എന്ന് പറയുന്നത്, ബാക്കിയുള്ള താഴെയുള്ള ക്ലാസ്സിലെ കുട്ടികളൊക്കെ നിങ്ങളെ കണ്ടായിരിക്കും പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ 4ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങളെ കാത്ത് ഒരു സ്പെഷ്യൽ എക്സാം കൂടെ ഉണ്ട്. ഏതാ എക്സാം എന്നറിയാമോ? CM കിഡ്സ് സ്കോളർഷിപ്പ് എന്നാണ് ഈ എക്സാമിന്റെ പേര്. പണ്ട് നമ്മൾ LSS എക്സാം എന്നായിരിക്കും പറയാ, ഇപ്പൊ അതിന് CM കിഡ്സ് സ്കോളർഷിപ്പ് എന്നാണ് പേര്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമിന് നന്നായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും വിചാരിക്കും എക്സാം അങ്ങ് ലാസ്റ്റ് അല്ലേ, നമുക്ക് അവസാനത്തേക്ക് പഠിക്കാൻ തുടങ്ങിയാൽ മതിയെന്ന്. പക്ഷേ നിങ്ങളെടുത്തൊരു കാര്യം കൂടെ മിസ് പറയട്ടെ, നമ്മളിപ്പോൾ 4ാം ക്ലാസ്സിലുള്ള ഈ ഒരു എക്സാം അവസാനത്തേക്കാണെങ്കിൽ ഈ എക്സാമിന് എല്ലാ ആളുകൾക്കൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. മിക്കപ്പോഴും ഓണത്തിൻ്റെയും അതേപോലെ തന്നെ ക്രിസ്മസിലും ഒക്കെ നടത്തുന്ന എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ അവസാനം പഠിച്ചാൽ മതി, ആദ്യമൊക്കെ ഉഴപ്പി കളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ പോലും ലഭിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം മക്കൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, 4ാം ക്ലാസ് മുതൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, തുടക്കം മുതൽ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ബാച്ചാണ് സൈലത്തിന്റെ പ്രാണ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വിഷു ഒക്കെ അല്ലേ, വിഷുവിന് എന്തായാലും മക്കൾക്ക് കൈനീട്ടം കിട്ടാൻ വേണ്ടി പോവാണല്ലേ. അപ്പോൾ ഈ കൈനീട്ടത്തിന്റെ പൈസ നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാലോ. അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് സൈലത്തിന്റെ വക നിങ്ങൾക്കൊരു വിഷു കൈനീട്ടം തരികയാണ്. നമുക്ക് എന്തുണ്ട്, 10% ഓഫർ ഇപ്പോൾ ലഭ്യമാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കിടിലനായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എക്സാമിൻ്റെ കാര്യം ആരും മറക്കണ്ട. അതുപോലെ തന്നെ അല്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ. ഒരുപാട് വീഡിയോസ് നിങ്ങളെ കാത്ത് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.